ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്, പഴുത്തത്. മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യും ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് നമുക്ക് സ്റ്റൗവ് കത്തിച്ചിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കാം. മാങ്ങ നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കടുക്, ഒരു 3 പച്ചമുളക്, ഒരു 4 കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പം മാങ്ങയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അര ലിറ്റർ തൈര് നന്നായി അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായി വെട്ടി തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മേലെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറി അങ്ങ് വാങ്ങി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂണ് ഉലുവ, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില എല്ലാം കൂടെ നന്നായി മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.